ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. കുറച്ച് കാലമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമായിരിക്കും, നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റിയാണ്. ഈ 2024 തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് ന്യൂസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം 2023 തന്നെ ഫോർഡ് തിരിച്ചു വരുന്നതുമായിട്ടുള്ള കുറേയൊക്കെ റൂമേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ആദ്യം അവർ എൻഡേവർ ഇവിടെ പേറ്റൻറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഫോർഡിൻ്റെ മസ്റ്റാങ് മാക്കി പേറ്റൻറ്റ് ചെയ്യുന്നു, ഈ അടുത്ത് പുതിയൊരു SUV പേറ്റൻറ്റ് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മിറ്റ്സുബിഷി ഇന്ത്യയിൽ തിരിച്ചു വരുന്നതായിട്ട് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം ബേസ്ഡ് കമ്പനി ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വണ്ടികൾ നിർമ്മിക്കാനായിട്ട് വരുന്നതായിട്ട് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ പിന്നെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് പറയുന്നു. നമ്മുടെ ഫിയറ്റ് അതുപോലെ തന്നെ ആൽഫ റോമിയോ ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് പറയുന്നു. ഫിയറ്റ് വീണ്ടും വരുന്നു, ആൽഫ റോമിയോ അല്ലാണ്ട് തന്നെ സ്റ്റെല്ലാൻസ് ഗ്രൂപ്പ് ഇന്ത്യയിൽ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ഇങ്ങനത്തെ ന്യൂസൊക്കെ വരുന്നു. എന്നാൽ ഇനി ഇതിൻ്റെയൊക്കെ കൂടെ വേറൊരു വണ്ടിയും കൂടെ വരാൻ പോവാണ്. വേറൊരു കമ്പനിയും കൂടെ വരാൻ പോവാണ്. ഇത് ശരിക്കും ഒരു ചൈനീസ് കമ്പനിയാണ്. പക്ഷേ കുറച്ച് കാലം മുമ്പ്, ജസ്റ്റ് 4-5 മാസം മുമ്പ് നമ്മുടെ സ്റ്റെല്ലാൻസ് ഗ്രൂപ്പ് ഈ കമ്പനിയിൽ 20% സ്ട്രാറ്റജിക് സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്ലോബൽ പ്രൊഡക്ട്സ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ചൈനയിലുള്ള ഇവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാനേജ് ചെയ്യുന്ന സ്റ്റെല്ലാൻഡിസ് ആണ്. ആൻഡ് ഇവരുടെ പാരൻറ്റ് കമ്പനിയും സ്റ്റെല്ലാൻഡിസ് ആണ്. ഈ സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ഇന്ത്യയിൽ സ്റ്റെല്ലാൻഡിസിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് ഗ്ലോബലി വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. അതായത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഫിയറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സിട്രോയിൻ, ജീപ്പ്, മെസറാട്ടി, അതുപോലെ തന്നെ ആൽഫ റോമിയോ, പിന്നെ റാം, അതുപോലെ തന്നെ പിന്നെ പ്യൂഷോ, ഇങ്ങനെ പറയേണ്ട ഇഷ്ടം പോലെ കമ്പനികൾ ഈ ഒരു സ്റ്റെല്ലാൻഡിസ് ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ആൻഡ് ഇവരൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള പാർട്ട് ഷെയറിങ് നടക്കാറുണ്ട്, അതുപോലെ തന്നെ കോമൺ പ്ലാറ്റ്ഫോം ഷെയറിങ് നടക്കാറുണ്ട്. അപ്പോൾ അത് കോമൺ ആണ്. ഇതിൻ്റെ ഇടയിലേക്കാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു ചൈനീസ് കമ്പനി സ്റ്റെല്ലാൻഡിസിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വരാൻ പ്ലാൻ ചെയ്യുന്നതും. പിന്നെ അതിന് മുമ്പ് ഈ കമ്പനി ആസ് സച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് എന്തോ കുറേ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അങ്ങനെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ബൈ ദ വൈ, ഞാൻ കമ്പനിയുടെ പേരെന്താണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ലീപ് മോട്ടോർ എന്നാണ് ഈ കമ്പനിയുടെ പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം ഒരു ചൈനീസ് കമ്പനി പോലെയാണെന്ന്. കാരണം ഇങ്ങനത്തെ പേരുകളൊക്കെ നോർമലി ചൈനീസ് കമ്പനികൾക്കാണ് വരാറ്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ ഇപ്പോൾ BYD, ബിൽഡ് യുവർ ഡ്രീംസ്, അതുപോലെ വൂളിങ് എന്ന് പറയാം, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട്. നമുക്ക് പേര് കേൾക്കുമ്പോൾ ഒരു ചൈനീസ് വൈബ് അടിക്കും എവിടേക്കോ ആയിട്ട്. എന്തായാലും ഈ കമ്പനി ഇന്ത്യയിലേക്ക് വരാനുള്ള അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഇന്ത്യയിലെത്തും എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഓട്ടോക്കാരൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, 2025 ആകുമ്പോഴേക്കും സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പ് ഈ കമ്പനി CKD ആയിട്ടുള്ള ഇവിടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ യൂണിറ്റ്സ് ആയിട്ട് അവരവരുടെ രഞ്ജൻഗാവും പൂനെയിലുള്ള പ്ലാന്റിൽ ഈ വണ്ടികളൊക്കെ അസംബിൾ ചെയ്ത് ഇവിടെ വിൽക്കും എന്ന് പറയുന്നുണ്ട്. CKD ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പ്രൈസ് കുറച്ച് കുറയും എന്ന് പറയും. കാരണം അറ്റ്ലീസ്റ്റ് CBO, അതായത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് അല്ലല്ലോ ഒരു വണ്ടി വിൽക്കുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളിവിടെ മാക്സിമം ലോക്കലൈസ് ചെയ്ത് വിൽക്കുന്ന ഒരു വണ്ടിയുടെ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷേ എഗെയിൻ ഇത് നന്നായിട്ട് പോവുകയാണെങ്കിൽ, അതായത് അവർ CKD ആയിട്ട് ഇറക്കുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിറ്റ് പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവരിതിൻ്റെ പ്ലാന്റൊക്കെ എക്സ്പാൻഡ് ചെയ്ത്, അതായത് പ്രൊഡക്ഷൻ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ തന്നെ മാക്സിമം ലോക്കലൈസ് ചെയ്ത് വണ്ടികൾ ഇറക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്നും പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം അതിലൂടെ ഇഷ്ടംപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതുപോലെ നമുക്കിവിടെ ഇന്ത്യയിൽ അത്യാവശ്യം കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടികൾ മാത്രം നിർമ്മിക്കുന്ന കമ്പനികളും കിട്ടും. ഇപ്പം അങ്ങനത്തെ കമ്പനികളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്, BYD ഉണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് നമ്പേഴ്സിലില്ല. ഇപ്പോൾ ടെസ്ലയും അതുപോലെ ഈ കമ്പനിയും പിന്നെ ഞാൻ പറഞ്ഞ വിൻഫാസ്റ്റ് പോലുള്ള കമ്പനികളൊക്കെ വന്നാലാണ് ഇവിടെ നമുക്ക് അങ്ങനെ ഇലക്ട്രിക് വണ്ടികൾ മാത്രം വിൽക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ, ടാറ്റയാണ് ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസിൻ്റെ കാറ്റഗറിയിൽ നമ്പർ 1 ആയിട്ട് പോകുന്നത്. അത് അവരുടെ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളും കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വണ്ടികൾ ഇറക്കുന്നതുകൊണ്ടാണ്. അതിപ്പം ടിയാഗോ EV അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. കുറഞ്ഞ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് അവർ ഇറക്കിയ നെക്സോൺ EV, ഇപ്പോഴും നെക്സോൺ EV ഫേസ് ലിഫ്റ്റ് അതിൻ്റെ രൂപത്തിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ ആ ഒരു വാഹനം വാങ്ങുന്നുണ്ട്. ഡീസൻറ്റ് റേഞ്ച് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പ്രൈസ് ആണെങ്കിലും ഭയങ്കര ഹൈ അല്ലേ. ഇപ്പം 30-40 ലാക്സിനൊക്കെ EVs വാങ്ങാൻ ചിലപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 20 ലാക്സിനടുത്തൊക്കെ പിന്നെയും ആൾക്കാർ EVs വാങ്ങും. അതുപോലെ ടിയാഗോ EV നമുക്ക് 12-13 ലാക്സിന് അണ്ടറിലൊക്കെ കിട്ടും. അപ്പോൾ അതും വാങ്ങാൻ ആൾക്കാർ അങ്ങനെ പൊതുവെ മടിയൊന്നും കാണിക്കാറില്ല. കൂടുതലും 30, 40, 50, 60 ആ റേഞ്ചിലേക്കൊക്കെ ഇലക്ട്രിക് വണ്ടികൾ പോകുമ്പോഴാണ് സെയിൽസ് നമ്പേഴ്സ് ഒരുപാട് താഴേക്ക് വരുന്നത്. ബഡ്ജറ്റ് റേഞ്ചിലുള്ള EVകളിലും സെയിൽ കുറവുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ടാറ്റയാണ് അതിൽ ലീഡിങ്. അതുകൊണ്ട് തന്നെ ടാറ്റയ്ക്ക് ഒരു മാസം 5000 to 6000 EVs വിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രം.
ഇവരിവിടെ ഫ്യൂച്ചറിൽ ലോക്കലൈസ് ചെയ്ത് പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ അഡ്വാൻറ്റേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർ 10 lakhs റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഇ വിയും അതുപോലെ 40 lakhs റേഞ്ചിൽ നിൽക്കുന്ന ഇ വിയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭയങ്കര എക്സ്പെൻസീവ് സൈഡ് പിടിക്കാണ്ട് കുറച്ചൊക്കെ ബഡ്ജറ്റ് റേഞ്ചും അതുപോലെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളുമാണ് ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വണ്ടികളാണ് ഇന്ത്യയിൽ കൂടുതൽ പോപ്പുലർ ആവുന്നത്. അതുപോലെ ഈ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ജീപ്പ്, സെട്രോയിൻ പോലുള്ള കമ്പനികളൊക്കെ ഇവിടെ മാസ് മാർക്കറ്റ് വണ്ടികൾ നിർമ്മിക്കുന്നുണ്ട്. അത് പിന്നെ ആൾക്കാരധികം വാങ്ങാറില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പക്ഷേ എഗെയിൻ ഇങ്ങനൊരു പുതിയ കമ്പനി ഈ സെയിം ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്ക് തന്നെ ഇന്ത്യയിൽ വരുമ്പം ആ സെയിം ഡീലർഷിപ്പ് നെറ്റ്വർക്സിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ആ ഡീലേഴ്സിന് കിട്ടുന്ന വണ്ടികളുടെ സെയിൽസ് ഒരു ഇത്തിരിയും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് പറയാം. ബാക്കിയൊക്കെ ഇവർ കൊണ്ടുവരുന്ന വണ്ടികളനുസരിച്ചും അതുപോലെ തന്നെ എത്രയായിരിക്കും അതിൻ്റെ പ്രൈസ് എന്നുള്ളതൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരു കമ്പനിയുടെയും ഫ്യൂച്ചർ കറക്റ്റായിട്ട് വരുന്നതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കിയ ആദ്യം വന്ന സമയത്ത് നമ്മളാരും വിചാരിച്ചില്ല, അതായത് വരുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു സക്സസ് ആവും എന്നാരും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വന്നതിന് ശേഷം ഹ്യുണ്ടായുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയായിരുന്നു എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ് ആവാൻ ചെയ്യേണ്ടതെന്ന്. അതൊക്കെ തന്നെ അവർ ചെയ്തു. ഇപ്പോൾ താണ്ട കിയ നമ്മുടെ 5th 6th ആ പൊസിഷനൊക്കെ മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ. പക്ഷേ അതേസമയം സിട്രോയിനും ജീപ്പും ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും 13 അല്ലെങ്കിൽ 14th പൊസിഷനിൽ ഉറപ്പായിട്ടും കാണും. ഒന്നെങ്കിൽ 13 സിട്രോയിൻ ആയിരിക്കും, 14 ജീപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ 14 സിട്രോയിൻ ആയിരിക്കും, 13 ജീപ്പ് ആയിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ജീപ്പിന് പിന്നെ കുറച്ചും കൂടെ പ്രോഫിറ്റ് മാർജിൻ എങ്കിലും കൂടുതൽ കിട്ടും. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ വിൽക്കുന്നുണ്ട്. അതായത് എക്സ്പെൻസീവ് മീൻസ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എന്നാലും കോമ്പസ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, നമുക്കറിയാലോ. പക്ഷേ സെട്രോൻ്റെ കാര്യം അങ്ങനെയല്ല. അവർ C5 എയർക്രോസ് വിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ C3 എയർക്രോസ് അതുപോലെ C3 തുടങ്ങിയ വണ്ടികളൊക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളാണ്. അതുകൊണ്ട് അതിൽ നിന്നും വോളിയൂംസ് വരാണ്ട് അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. എനിവേ അത് ജസ്റ്റ് നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞാണ് ഇന്ത്യയിലുള്ളവരുടെ അവസ്ഥ. സെട്രോയിന് ശരിക്കും പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അവർ ആ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സെയിൽസ് മൊത്തത്തിൽ കൂടും. പിന്നെ ആദ്യമേ അവർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെച്ച് വണ്ടി ഇറക്കണമായിരുന്നു, അതൊന്നും ഇറക്കിയില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ഫൈനലി ഓട്ടോമാറ്റിക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ഫീച്ചേഴ്സും കൂടെ കൂട്ടുകയാണെങ്കിൽ ലക്ഷ്യമുണ്ട് എന്ന് പറയാം. എന്തായാലും ഈ പറയുന്ന കമ്പനി ഇതൊരു ബേസിക്കലി ചൈനീസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഇവരങ്ങനെ വലിയ രീതിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ സ്റ്റെല്ലാൻഡിസിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞ് ഈ സിട്രോയിനൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും രീതിയിലുള്ള കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വന്നാലേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ ചാൻസ് കുറവാണ്. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള EVs തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇവർക്ക് ഗ്ലോബലി ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. C10, C11, T04 തുടങ്ങിയ വണ്ടികളൊക്കെ ഉണ്ട്. T04 ഒരു ചെറിയ SUV ആണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള വാഹനങ്ങളാണ്. കാരണം അവർ പറഞ്ഞല്ലോ 10 lakhs അടുത്തൊക്കെയുള്ള ഇലക്ട്രിക് വണ്ടികൾ അവർ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ സ്റ്റെല്ലാൻഡിസ് ഈ ബ്രാൻഡ് ഞാൻ പറഞ്ഞല്ലോ 4-5 മാസം മുമ്പ് വാങ്ങിയതും ഓൾമോസ്റ്റ് 13,500 crores മുടക്കിയിട്ടാണ് ഇവരുടെ ഗ്ലോബൽ പോർട്ട്ഫോളിയോ ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് സെയിൽസ് ഒക്കെ കൂട്ടാനും മറ്റ് പല മാർക്കറ്റുകളിൽ ഈ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് സ്റ്റെല്ലാൻഡിസ് ഈ ബ്രാൻഡ് വാങ്ങിയത്. പിന്നെ ഒബ്വിയസ്ലി പ്രോഫിറ്റ് ഉണ്ടാകും. 51:49 റേഷ്യോയിലാണ് ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള ഷെയർ വരുന്നത് ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ 20% ആണ് സ്റ്റെല്ലാൻഡിസിൻ്റെ ഷെയർ. ഗൈസ്, അപ്പോൾ ഇതാണ് ലീപ്പ് മോട്ടറിനെ പറ്റിയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.